ഹലോ ഗൈസ്, ദിസ് ഇസ് റൂസ്വെൽറ്റ്. ദിസ് ഇസ് ജെയ്സൺ. ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയല്ലോ. അങ്ങനെ പോർക്കൊക്കെ ആയിട്ട് ജെയ്സൺ എത്തിയിട്ടുണ്ട്. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറി പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് നമ്മൾ മേടിക്കാറ്. പക്ഷേ എത്ര കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് അതിനേക്കാളും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. വേണ്ട, ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്താലേ എനിക്ക് സംതൃപ്തിയുള്ളൂ. പിന്നെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 5-6 തവണ കഴുകണം. അത് നന്നായിട്ട് കഴുകി അതിങ്ങനെ വെട്ടി തിളങ്ങുന്നവരെ ഞാനത് കഴുകിക്കൊണ്ടിരിക്കും. ഇത് ഏകദേശം ഈ പരുവത്തിൽ ഞാൻ കഴുകിയെടുക്കും. എന്നിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. ആദ്യം ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത്രയും മതി. പിന്നെ അതെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ജെയ്സൺ പറഞ്ഞോളൂ. ഉപ്പ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. കുട്ടുമോൾ ഉപ്പ് വാരി ഉതറിയിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുട്ടുമോൾ പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 6 വിസിൽ അത്രയും മതി. നിങ്ങൾ എത്ര വിസിലാണ് നിങ്ങൾ അടുപ്പിക്കാറെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 6 വിസിൽ അടുപ്പിക്കും. ഇനി ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവോള, പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ തേങ്ങാക്കൊത്ത് കാണിക്കാൻ മറന്നുപോയി. തേങ്ങാക്കൊത്തും ഇത് മസ്റ്റാണ്. അപ്പം ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിരിക്കുകയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ പോർക്ക് വെന്ത് സെറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് ആദ്യം തന്നെ ഞാൻ തേങ്ങാക്കൊത്തായിടുന്നത്. തേങ്ങാക്കൊത്തിട്ട് വഴറ്റണം. തേങ്ങാക്കൊത്തിൻ്റെ ക്ലോസ് കേട്ടല്ലേ. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇത് പന്നിയിറച്ചിക്ക് നെയ്യ് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എണ്ണ വളരെ കുറവാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഞാൻ കാശ്മീരി പൗഡറാണ് ചേർക്കുന്നത്. ഞാനൊരു 2.5 സ്പൂൺ കാശ്മീരി പൗഡർ ചേർത്ത്. എനിക്ക് എരിവ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2.5 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ഇതേപോലെ 2 സ്പൂണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. മല്ലിപ്പൊടി ചിലർക്ക് ഇഷ്ടമാണ്, എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെങ്കിലും ഞാനിതിലൊന്ന് ചേർത്തതാണ്. അങ്ങനെ ഞാനൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. പിന്നെ വേവിച്ച് വെച്ച പന്നി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പന്നിയൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ചില ക്ലിപ്സ് ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ പോർക്ക് ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.